Simplify 0.2 whole raised 4 into 0.27 divided by 0.03 whole cube. 0.2 whole raised 4 ഡെസിമൽ നമ്പറിൻ്റെ പവർ കാണുമ്പോൾ ഡെസിമൽ ഒഴിവാക്കുക നമ്മൾ, എന്നിട്ട് നമ്പറിൻ്റെ മാത്രം പവർ കാണുക. ഡെസിമൽ ഒഴിവാക്കിയ 2 പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരും? 16. ഇനി നമ്മൾ ഡെസിമൽ കണക്കാക്കാം. ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഒരു പ്ലേസ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. കൃതി 4 അല്ലേ? അപ്പോൾ നാലാം കൃതി കാണുമ്പോൾ നമ്മൾ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അതിനെ 4 കൊണ്ട് ഗുണിക്കുക. ഒരു 4 എന്നിട്ട് 4 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ 4 സ്ഥാനം. അപ്പോൾ അതിന് 1 2 3 4 2 പൂജ്യങ്ങൾ ചേർത്തു 0.0016 ഇത് കിട്ടി. ഇൻറ്റു ഇത് നമുക്കൊന്നും ചെയ്യാനില്ല 0.27 ബൈ ഇതും ഡെസിമൽ നമ്പറിൻ്റെ പവർ കാണുമ്പോൾ ഡെസിമൽ ഒഴിവാക്കി സംഖ്യയുടെ മാത്രം 3 ക്യൂബ്. എത്രയും 3 ക്യൂബ് 9 ഇൻറ്റു 3 27 എന്ന് വരും. ഇനി ഡെസിമൽ നോക്കുക. ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ട്. അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇവിടെ കൃതി നമ്മൾ 3 കാണുന്നുണ്ട്. ഇവിടെ 4 കാണുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു. ഇവിടെ കൃതി 3 അല്ലേ? 3 കൊണ്ട് ഗുണിക്കുക. 3 2 6. എന്നിട്ട് എന്ത് ചെയ്യണം? 6 ഡെസിമൽ പ്ലേസ് ഇടത്തോട്ട് നീക്കണം. 6 ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക്. 1 2 3 4 5 6. അപ്പോൾ 6 ഡെസിമൽ പ്ലേസ് ആയി. പോയിൻ്റ് ഇടുക, 0 ഇടുക. ഇനി നമുക്ക് ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്യുമ്പോൾ ഡെസിമൽ ഒഴിവാക്കണം. ഡെസിമൽ ഒഴിവാക്കുമ്പോൾ മുകളിൽ എത്ര ഡെസിമൽ പ്ലേസാണ്? 4 2 6. അടിയിലോ? അടിയിലും 6. ഇപ്പോൾ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണം ഈക്വലാണ്. അങ്ങനെ വരുമ്പോൾ ഡെസിമൽ പ്ലേസിൻ്റെ എണ്ണം ഈക്വലായിട്ട് വരുമ്പോൾ നമുക്ക് ഡെസിമലായിട്ട് ഒഴിവാക്കാം. ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഡെസിമൽ ഒഴിവാക്കിയ എത്ര? 16 ഇൻറ്റു ഇവിടെ ഡെസിമൽ ഒഴിവാക്കിയ 27 ബൈ ഇവിടെ ഡെസിമൽ ഒഴിവാക്കിയ 27 27 27 ക്യാൻസൽ ചെയ്തിട്ട് ഉത്തരം 16.